ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 റിലീസായ ഹൈസ്കൂൾ റിട്ടേൺ ഓഫ് എ ഗാങ്സ്റ്റർ എന്നൊരു ആക്ഷൻ കോമഡി സീരീസാണ്. അപ്പോൾ മൊത്തം 8 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ചോയിയെയാണ്. അവൻ ഗ്രേഡൊക്കെ ഇട്ട് എല്ലാവരുടെയും നോട്ട്ബുക്കുമായി ക്ലാസ്സിലേക്ക് വരും. ആ സമയം ടീച്ചർ വന്ന് ചോയിയെ വിളിക്കും. എന്നിട്ട് സോങ്ങിനെ ഇതിനു മുന്നേ ഒന്ന് കൗൺസിലിംഗ് ചെയ്തപ്പോൾ ജെയ്മിൻ അവനെ ബുള്ളി ചെയ്തതായി ഞാൻ അറിഞ്ഞു. 2 വർഷം മുന്നേ തുടങ്ങിയതാ. അതിനുശേഷം അവൻ ആബ്സെൻ്റ് ആവാനും ഭയങ്കര പാവം പിടിച്ച കുട്ടിയായി മാറി. അതുകൊണ്ട് നീ ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം. നീയും അവൻ്റെ ക്ലാസ്സിലല്ലേ, നീ പറഞ്ഞ എല്ലാവരും കേൾക്കും. ഇനി ജെയ്മിൻ സോങ്ങിനെ ബുള്ളി ചെയ്യുകയാണെങ്കിൽ നിനക്കത് നിർത്താൻ സാധിക്കില്ലെന്ന് ചോദിക്കും. ഇവിടെ സോങ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കിം എല്ലാ ബുള്ളീസിനെയും അടിച്ച് പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുക. അത് ചോയിയും ഒപ്പം ടീച്ചറും കാണും. ടീച്ചർ എന്താ ഇതെന്ന് ചോദിക്കും. എന്നിട്ട് ഞാനിപ്പോൾ അവിടേക്ക് വരാം, അവിടെ നിൽക്കുമെന്ന് പറയും. അപ്പോൾ ചോയ് പണ്ട് അവൻ ഇതേ വിൻഡോ വഴി അവന്മാർ സോങ്ങിനെ ബുള്ളി ചെയ്തത് കണ്ടതായി ഓർക്കുന്നു. ശേഷം കിം സോങ്ങിനെ ഉദ്ദേശിച്ച് ഇനി ഇവനെ തൊട്ടാൽ നിന്നെയൊക്കെ ജീവനോടെ ഞാൻ കുഴിച്ചു മൂടും എന്ന് പറയും. എന്നിട്ട് ടീച്ചർ വന്ന് ആ ബുള്ളീസിനോട് ദേഷ്യപ്പെടും. ഇപ്പോൾ ജെയ്മിൻ അവൻ സ്വയം ഗാങ്സ്റ്റർ ആണെന്ന് പറഞ്ഞ് തല്ലിയത് ഞങ്ങളെയാ എന്നവർ പറയുമ്പോൾ ടീച്ചർ അവൻ അങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, കൊടുത്തത് തിരിച്ചു കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. കിം ടീച്ചർ ഞാൻ എൻ്റെ സ്വന്തം കാര്യം നോക്കി പോവുമായിരുന്നു, ഇവരാണ് ഇങ്ങോട്ട് വന്ന് അടി വാങ്ങിയത്, ഇതൊരു സെൽഫ് ഡിഫൻസ് ആണ്. എന്നിട്ട് ടീച്ചർ അവനെയും കൊണ്ട് അവിടുന്ന് പോകുന്നു. ശേഷം ടീച്ചർ നീ ഇത്ര കാലം ഇതൊക്കെ അനുഭവിച്ചത് കൊണ്ടാണോ ഈ നിമിഷം തിരിച്ചടിക്കാൻ തന്നെ തീരുമാനിച്ചത്? ഇനി നിന്നെ ആരും ബുള്ളി ചെയ്യില്ല. ഇതിന് ജെയ്മിനും അവൻ്റെ ഫ്രണ്ട്സിനും നല്ല പണിഷ്മെൻറ്റ് തന്നെ കിട്ടും. ഞാൻ ജെയ്മിനോട് ഒന്ന് സംസാരിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ കൗൺസിലിംഗ് റൂമിലുണ്ടെന്ന് പറയും. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണില്ല. അവന്മാർ അവിടെ വേറെ കുട്ടികളെ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിം അവിടെ എത്തും. എന്നിട്ട് അവരുടെ നിന്ന് മേടിച്ച കാശ് അവർക്ക് തന്നെ കിം തിരിച്ചു കൊടുക്കും. ഇത് മറ്റവർ ചോദ്യം ചെയ്യുമ്പോൾ കിം ഒന്ന് കൊടുക്കും. എന്നിട്ട് ആ സിഗരറ്റ് വാങ്ങി എറിയും. ഈ പ്രായത്തിൽ തുടങ്ങിയോ വലി? അപ്പോൾ ജെയ്മിൻ കൈ വെക്കാൻ നോക്കുമെങ്കിലും പറ്റില്ല. പെട്ടെന്ന് അവൻ്റെ ഷർട്ട് പൊക്കുമ്പോൾ ഒരു പാട് കാണും. സോങ് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ. അപ്പോൾ നിനക്ക് ചിൽസൺ ഗ്യാങ്ങുമായുള്ള കണക്ഷൻ എന്താ? അതിൻ്റെ ലീഡർ കിം ഡ്യൂക്പാലിൻ്റെ അടുത്ത് നിന്നാണോ നീ ഫൈറ്റ് ചെയ്യാൻ പഠിച്ചത്? അപ്പോൾ നീ ഇത്രയും കാലം എന്നെ അടിച്ചത് ഫൈറ്റ് പഠിച്ചിട്ടാണോ? അതുപോലെ തന്നെ ഇതും. പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആക്കിയേക്ക്, ഇല്ലെങ്കിൽ അതിനുള്ളത് കൂടെ ഞാൻ തരുമെന്ന് പറയും. ശേഷം ആ സ്കൂൾ ഫോമിൽ എന്തൊക്കെയോ അവൻ്റെ പ്ലാൻസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്കൂളിൽ ബുള്ളിങ് നിർത്തിക്കണം, ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം, അമ്മയെ നോക്കണം, ഒരു യൂണിവേഴ്സിറ്റിയിൽ ചേരണം, ഇതൊക്കെയായിരിക്കും അവൻ എഴുതുന്നത്. ശേഷം രാവിലെ ക്ലാസ്സിലേക്ക് ജെയ്മിനും ടീംസും ലേറ്റായി വരും. ഇനി ഇങ്ങനെ പറ്റില്ലെന്ന് ടീച്ചർ വാൺ ചെയ്യും. അങ്ങനെ ക്ലാസ് കഴിയുമ്പോൾ ജെയ്മിനെ കിം വിളിക്കും. ഇനി ലേറ്റായി വന്നേക്കരുതെന്ന് താക്കീത് കൊടുക്കുകയാണ്. ശേഷം ചോയ് ഒരു ജെനറ്റിക് ടെസ്റ്റിൻ്റെ ഫോം ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ശരിക്കുമുള്ള സോങ് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി. അന്ന് അവന് കിട്ടിയ അവൻ്റെ അമ്മയുടെ മുടിയും അവൻ്റെയും വെച്ചായിരിക്കും ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ശേഷം കിമ്മിൻ്റെ ആളുകളുടെ അടുത്ത് സോങ്ങിൻ്റെ അമ്മയുടെ ഫോട്ടോ ഉണ്ടാവും. കാരണം ഇവർ ഓക്കെ കൺസ്ട്രക്ഷൻ്റെ മുതലാളിയുടെ ഭാര്യ ആയതുകൊണ്ട്. ഇവർക്കൊരു മകനുണ്ടല്ലേ, അതെ സോങ് എന്നാണ് പേര്. എവിടെയോ കേട്ട പോലെ. ചെക്കൻ ഭയങ്കര പ്രശ്നക്കാരനാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അന്ന് കിമ്മുമായി അപകടത്തിലായ പയ്യനാണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ശേഷം ചോയ് കിമ്മിനോട് നിന്റെ ജെനറ്റിക് ടെസ്റ്റ് എടുക്കാൻ ഞാൻ തീരുമാനിച്ചു, അതിനായി കുറച്ച് ഡോക്യുമെൻറ്റ്സ് വേണം, അവൻ്റെ ഫാമിലി രജിസ്റ്ററും ID കാർഡിൻ്റെ കോപ്പിയും വേണമെന്നായിരിക്കും. അത്രയും മതിയോ എന്ന് ചോദിക്കുമ്പോൾ മതിയെന്ന് പറയും. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അന്ന് നീ ലേറ്റായി വീട്ടിൽ പോയപ്പോൾ അച്ഛൻ വഴക്ക് പറഞ്ഞിരുന്നോ? പോകുമ്പോൾ എങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ? ഏയ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ് അവൻ പോകുന്നു. എന്നിട്ട് ജെയ്മിനെ വിളിച്ച് ഇതിനു മുമ്പത്തെ താനും ചോയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്ത് ഫ്രണ്ട്ഷിപ്പ്? നീ എപ്പോഴും വല്ല പെണ്ണുങ്ങളെ നോക്കും പോലെ അവനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയതല്ല, എനിക്ക് അവൻ്റെ ഫ്രണ്ട് ആവണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചോയ് നിൻ്റെ ഈ നോട്ടം കാരണം കംപ്ലൈൻറ്റ് വരെ കൊടുത്തിട്ടുണ്ടെന്ന് പറയും അവൻ. ശേഷം ക്ലാസ്സിലെത്തി കിം ചോയി എങ്ങനെ നോക്കും, ഇവൻ ശരിക്കും നല്ലവൻ തന്നെയാണോ? അന്ന് സോങ് ഇവൻ ഫേക്കാണെന്നും തനി രൂപം പുറത്തു കൊണ്ടുവരും എന്നൊക്കെയല്ലേ പറഞ്ഞത്. ശേഷം അവർക്കൊരു ടെസ്റ്റ് ഉണ്ടാകും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എത്ര മാർക്ക് കിട്ടിയെന്ന് അവർ സ്വയം നോക്കും. അതിലെ മാർക്ക് കണ്ട് അവന് തന്നെ ഭ്രാന്ത് വരും. അവൻ അതിൻ്റെ സങ്കടത്തിലിരിക്കുകയായിരിക്കും. ചോയ് വന്ന് അവൻ്റെ പേപ്പർ നോക്കുമ്പോൾ ഒക്കെ തെറ്റായിരിക്കും. കിം നമുക്കൊരുമിച്ച് പഠിച്ചാലോ എന്ന് ചോദിക്കൂ. ഏയ് നീ എന്തൊക്കെ ഈ പറയുന്നത്, കണക്കിൽ നീ എന്നെ സഹായിക്കണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് വേറെ പയ്യന്മാർ വരുന്നത്. ബാസ്കറ്റ്ബോൾ ടീമിലെ ക്യാപ്റ്റനായിരിക്കും അതിലൊരുത്തൻ. ചോയിയുടെ അച്ഛനെ അടുത്തറിയുന്ന ആളായിരിക്കും. എന്നാൽ ഇവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ ഇവർ രണ്ടും അത്ര ക്ലോസ് അല്ലെന്ന് കിം മനസ്സിലാക്കുന്നു. ശേഷം ഇവരുള്ള വാഷ്റൂമിലേക്ക് കിം വരും. നേരത്തെ തൊട്ട് ഇവനെ വലിയ വിലയില്ലാതെ കണ്ടുകൊണ്ടിരുന്ന ആളുകളാണ് ഇവർ.
ഓരോന്ന് പറഞ്ഞ് ചൊറിയുമ്പോൾ കിം പെട്ടെന്ന് ആ ബോൾ വാങ്ങും. നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഓ, ഇവൻ ബാസ്കറ്റ്ബോൾ ടീമിലെ ക്യാപ്റ്റനാണെന്ന് അറിയാലോ. അതിനെന്താ, എന്നേറ്റ് കളിക്കാൻ പേടിയാണോ? ഈ കളിയിൽ ആരാദ്യം 5 പോയിന്റ് നേടുന്നുവോ അവൻ ജയിക്കും. ശേഷം ചോയി ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് കുറേ പേര് സോങ് ക്യാപ്റ്റൻ്റെ കൂടെ ബാസ്കറ്റ്ബോൾ കളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടേക്ക് ചെല്ലും. ചോയിയും അവിടേക്കെത്തും. ആ സമയം ഇവന് ജെനറ്റിക് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞൊരു കോൾ വരും. അപ്പോൾ അവനും അവൻ്റെ അമ്മയും 99.9% മാച്ചാണ്. ഇതിൽ സംശയിക്കാൻ ഒന്നും തന്നെ ഇല്ലെന്ന് പറയും. കാരണം ശരീരം ഇപ്പോഴും സോങ്ങിൻ്റേതാണ്, ആത്മാവ് മാത്രമേ മാറിയിട്ടുള്ളൂ, അതും ഒരു ഗാങ്സ്റ്ററിൻ്റെ. എന്നിട്ട് കിം അവർക്കെതിരെ കളിച്ച് പോയിന്റ്സ് നേടാൻ തുടങ്ങുന്നു. അങ്ങനെ ആ കളിയിൽ കിം ജയിക്കുന്നു. ചോയ് അവനോട് ശരി, നമുക്കൊരുമിച്ച് ഇരുന്ന് പഠിക്കാമെന്ന് പറയുന്നു. ശേഷം അങ്ങനെ പഠിക്കാനിരുത്തി കുറച്ച് കഴിയുമ്പോഴേക്കും കിം ഉറക്കം തൂങ്ങാൻ തുടങ്ങും. ചോയ് ഒരു തട്ട് കൊടുക്കുമ്പോൾ എണീക്കും. ഞാനൊന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ചോയും കൂടെ പോകും. എന്നിട്ട് ചോയിയോട് എന്തുകൊണ്ടാണ് നമ്മുടെ സ്കൂൾ വയലൻസ് കമ്മിറ്റി ഇത്ര യൂസ്ലെസ് ആയി പോയതെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ സ്കൂളിൻ്റെ ഗുണനിലവാരത്തെ ബാധിക്കും എന്നതുകൊണ്ടും കൂടാതെ കുട്ടികളുടെ പാരൻസിൻ്റെ ഇൻഫ്ലുവൻസും കൊണ്ടുമാണെന്ന് പറയും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇതിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ശിക്ഷ അവരെ കൊല്ലുന്നതാണ്. ശേഷം സ്കൂളിൽ കുറേ പയ്യന്മാർ വന്ന് ബാസ്കറ്റ് ബോളിൽ ക്യാപ്റ്റനെ തോൽപ്പിച്ച കാര്യമൊക്കെ പറയും. ഞാൻ നാളെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ആരെങ്കിലും ഉണ്ടോ കളിക്കാൻ? അപ്പോൾ നീ ഫുട്ബോളും കളിക്കുമോ? ഫുട്ബോളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ബാസ്കറ്റ് ബോളൊന്നും എനിക്കൊന്നുമല്ല. ആ സമയത്താണ് മിസ് റിപ്പോർട്ട് കാർഡുമായി അവിടേക്ക് വരുന്നത്. അപ്പോൾ കിം ഒന്ന് ഞെട്ടും. കാരണം അവന് മാർക്കൊക്കെ നല്ല കുറവായിരിക്കും. റിപ്പോർട്ട് കാർഡ് പാരൻസിനെ കാണിച്ചിരിക്കണമെന്ന് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാകും. ചോയുടെ മാർക്ക് കണ്ട് അവൻ്റെ കിളി പോകും. കാരണം അവന് അത്രയും നല്ല മാർക്കുണ്ടാവും. ശേഷം അവർ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ചെല്ലും. അവിടെ ഒരു പൈനാപ്പിൾ കാണുമ്പോഴാണ് ചോയ്ക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. പണ്ട് ഒരു വട്ടം ഇവൻ്റെ വീട്ടിലേക്ക് പൈനാപ്പിൾ കേക്കുമായി പോയപ്പോൾ ആ മെയ്ഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് പൈനാപ്പിൾ അലർജിയാണെന്നും അത് കഴിക്കാൻ പറ്റില്ലെന്നും ചെറിയൊരു പീസ് പോലും അവന് പ്രശ്നമാണോ എന്നൊക്കെ പറയും. പെട്ടെന്ന് കിം ആ കേക്ക് വാങ്ങി ഇത് വേണമെങ്കിൽ നോക്കിക്കൊണ്ട് നിൽക്കാനുള്ള ബാസ്ക്കറ്റിൽ ഇട്ടുകൂടാന്ന് ചോദിക്കും. എന്നിട്ട് നിനക്ക് ഈ കേക്ക് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ, കഴിക്കാലോ. അങ്ങനെ കഴിക്കാൻ നേരം പെട്ടെന്ന് തട്ടി മാറ്റിയാണ് ചോയ്. അപ്പോഴേക്കും പൈനാപ്പിൾ പുഡിങ് അവനെടുത്ത് കഴിക്കുന്നു. അപ്പോൾ നീ എന്തിനാ അത് കഴിച്ചതെന്ന് ചോദിക്കും. പെട്ടെന്ന് തന്നെ കിമ്മിന് ശ്വാസതടസ്സം ഉണ്ടാകും. അങ്ങനെ അവൻ അവിടെ വീണു പോവുകയാണ്. ശേഷം അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. ചോയോട് നീ എന്നെ കൊല്ലാൻ നോക്കിയതാണോടാന്ന് ചോദിക്കുമ്പോൾ ഞാനല്ലല്ലോ നിന്നെ കഴിപ്പിച്ചത്, നീ സ്വയം കഴിച്ചതല്ലേ, പിന്നെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയെന്നേ ഉള്ളൂ. ഇതോടെ നീ സോങ് അല്ലെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെയാണ് ആ സാമ്പിൾ തമ്മിൽ മാച്ചായതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അന്ന് രാത്രി സോങ് സഹായം ചോദിച്ചു വന്നപ്പോഴും ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ അവൻ ക്ലാസ്സിലേക്ക് വന്നില്ല, ഫോൺ വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ല. ഇനി ഞാൻ കാരണം അവൻ എന്തെങ്കിലും പറ്റിക്കാണുമോ എന്നായിരുന്നു എൻ്റെ പേടി. കിം, നിനക്കിപ്പോൾ അവനോട് ക്ഷമ ചോദിക്കണം, അത്രല്ലേ ഉള്ളൂ. അതിനായി അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം. നീയും കൂടെ എന്നെ സഹായിച്ചാൽ അവൻ തിരിച്ചു വരും. അതിനായി നീ എന്നെ ആദ്യം പഠിക്കാൻ സഹായിക്കണമെന്ന് പറയുമ്പോൾ ചോയ് അതിന് സമ്മതിക്കും. അതിനുശേഷം ചോയ് അവനെ നല്ല രീതിക്ക് പഠിക്കാൻ സഹായിക്കുകയും അവൻ നന്നായി പഠിക്കുകയും ചെയ്യുന്നു. ശേഷം കിമ്മിൻ്റെ ആളുകൾ ഒരു ഷോപ്പിലേക്ക് ചെല്ലും. ആ സമയം അവിടെ ജേമിനും ഫ്രണ്ട്സും ഉണ്ടാവും. അപ്പോൾ കിം ഡ്യൂക്ക് പാൽ സോങ്ങിനെ ഫൈറ്റ് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാലോ എന്നവൻ പറയും. ആ സമയം അവരുടെ അടുത്തായി കിമ്മിൻ്റെ മറ്റേ ഫ്രണ്ട് വന്ന് നിങ്ങളിത് ആരുടെ കാര്യമാണ് പറയുന്നത്? അപ്പോൾ അവർ അതിനെപ്പറ്റി എല്ലാം പറയും. നിങ്ങൾ ഏത് സ്കൂളിലാണെന്ന് ചോദിക്കുമ്പോഴേക്കും വേറൊരു വണ്ടിയിലെ ആൾക്കാരെ കാണുമ്പോൾ അവിടേക്ക് ചെല്ലും. പെട്ടെന്ന് ജെയ്മിനെ അടുത്തേക്ക് വിളിക്കും. എന്നിട്ട് അവനെ അവരുടെ കൂടെ പറഞ്ഞയക്കുന്നു. എന്തിനാണ് എങ്ങോട്ടേക്കെന്ന് അറിയാതെ അവൻ അവരുടെ കൂടെ പോകുന്നു. ശേഷം കിമ്മും ചോയും സോങ്ങിൻ്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ സോങ്ങിൻ്റെ അമ്മയെ തട്ടിക്കൊണ്ടുപോകുന്ന 2 പേരെയാണ് കാണുന്നത്. അവർ നേരെ ജെയ്മിൻ ഇരിക്കുന്ന വണ്ടിയിലേക്ക് കൊണ്ടുപോകും. ഇത് കണ്ട് അവനൊന്ന് ഞെട്ടും. അവൻ അറിയില്ലായിരുന്നു ഇതിനു വേണ്ടിയാണ് വന്നതെന്ന്. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.